കുറഞ്ഞ ഫീസിൽ കൂടുതൽ സൗകര്യത്തോടെ നിലമ്പൂർ ഗുഡ് ഹോപ്പ് എന്നും നിങ്ങൾക്കൊപ്പം. ഇന്ന് തന്നെ ഗുഡ് ഹോപ്പ് സ്കൂൾ സന്ദർശിച്ച് ബോധ്യപ്പെട്ട് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഗുഡ് ഹോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിലമ്പൂർ. സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എടക്കരയിൽ റാലിയും പൊതുയോഗവും നടത്തി. ചൂഷണമുക്തമായ പുതുലോകം കെട്ടിപ്പടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാനും തൊഴിലാളി വർഗ ഐക്യം ശക്തിപ്പെടുത്താനും മെയ് 1 പ്രചോദനമാകണമെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് റാലി സമാപിച്ചത്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ മെയ് ദിന റാലി നമ്മൾ ഏത് കഠിന ചൂടിനെയും വകവെക്കാതെ നമ്മൾ ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മെയ് ദിന റാലി. അതിനൊരിക്കൽ കൂടി നമ്മുടെ തൊഴിലാളികളോട് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാം, അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണിന്ന്. ഇതൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു കലണ്ടറിൽ വന്നിട്ടുള്ള ഒരു ദിനമല്ല. ചിക്കാഗോയിലെ തെരുവോരങ്ങളിൽ തൊഴിലാളി അവകാശത്തിനും അന്തസ്സിനും വേണ്ടി ചോരയും നീരും നൽകിയ പോരാട്ടത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. വരും തലമുറക്ക് ഈ പോരാട്ട വീര്യം പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും നമ്മൾക്കാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, പല സമയങ്ങളിലും നമ്മൾ മെയ് ദിനം റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്, സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നിവിടെ നടത്തിയ മെയ് ദിന റാലി സംയുക്ത ട്രേഡ് യൂണിയനുകളാണ് നടത്തിയത്. ഐക്യമാണ് നമ്മൾക്ക് ഇനി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ തയ്യാറെടുക്കേണ്ടതും നമ്മുടെ ഐക്യം വളർത്തുക എന്നുള്ളതിനാണ്. ഇപ്പോഴത്തെ വെല്ലുവിളികൾ ചെറുതല്ല. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് സംഗമിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം സേവ ജില്ലാ സെക്രട്ടറി റസിയ ചങ്കരത്ത് ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് P. ഷഹീർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി P. രാധാകൃഷ്ണൻ മെയ്ദിന സന്ദേശം നൽകി. CITU ഏരിയ സെക്രട്ടറി MR ജയചന്ദ്രൻ, KSTA പ്രതിനിധി K. അനീഷ്, NGO യൂണിയൻ നേതാവ് വേദവ്യാസൻ, മഹിളാ അസോസിയേഷൻ നേതാവ് ഷെറോണ റോയ്, കർഷക സംഘം പ്രതിനിധി AT റജി, DYFI ബ്ലോക്ക് സെക്രട്ടറി A. അനസ്, MK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. S. ജയപ്രകാശ്, C. അർഷാദ്, കുഞ്ഞുട്ടി, സലീം, കൃഷ്ണദാസ്, റജീന, രുക്മിണി, ശൈലജ, മഹേശ്വരി, റോസമ്മ, VT ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.